നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജാഫർ എക്സ്പ്രസ് ട്രെയിൻ ഹൈജാക്ക് ചെയ്തുകൊണ്ട് 2 മാസങ്ങൾക്ക് മുൻപ് ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാനെ ഞെട്ടിച്ചിരുന്നു. ഇപ്പോഴിതാ ബലൂചിസ്ഥാനിലെ മാങ്കോച്ചർ നഗരത്തിന്റെ നിയന്ത്രണം ബലൂച്ച് ലിബറേഷൻ ആർമി പിടിച്ചെടുത്തിരിക്കുന്നു. ബലൂച്ച് വിമത സംഘടനകൾ സർക്കാർ ഓഫീസുകൾ പിടിച്ചെടുത്തു, സൈനികരെ ബന്ദികളാക്കി. മുൻ ബലൂചിസ്ഥാൻ ആഭ്യന്തരമന്ത്രി സിയ ലാങ്കോവിന്റെ 4 സ്വകാര്യ ഗാർഡുകളെ വധിച്ചു. പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ISIയുടെയും കരുക്കളായി BLA പറയുന്ന സിയ ലാങ്കോവിന്റെ ഗാർഡുകളെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വധിച്ചിരിക്കുന്നത്. കനത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് ഇരട്ടി പ്രഹരമാണ് ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി നൽകിയിരിക്കുന്നത്. സമ്പൂർണ്ണ ആഭ്യന്തര യുദ്ധത്തിലേക്ക് പാകിസ്ഥാൻ പതിച്ചുവെന്ന് വാർത്തകൾ. ഏപ്രിൽ 28-ന് പാസ്നി മേഖലയിൽ വെച്ച് പാകിസ്ഥാൻ ചാര ഏജൻസിയായ ISIയുടെ ഏജന്റ് മുഹമ്മദ് നവാസിനെ BLA കൊലപ്പെടുത്തിയിരുന്നു. നവാസ് സംസ്ഥാന പിന്തുണയുള്ള ഡെത്ത് സ്ക്വാഡ് ഏജന്റുമാർക്കൊപ്പം രഹസ്യമായി പ്രവർത്തിച്ചിരുന്നുവെന്ന ആരോപണമാണ് BLA ഉയർത്തിയത്. തുടർന്ന് സൈന്യത്തിന്റെയും പോലീസ് വാഹനങ്ങളുടെയും നേർക്ക് ആക്രമണം നടത്തിയ BLA ദേശീയപാത ഉപരോധിക്കുകയും ചെയ്തു. ബലൂചിസ്ഥാനിലെ കലാത്ത് ജില്ലയിലെ മാങ്കോച്ചർ നഗരം പ്രവിശ്യ തലസ്ഥാനമായ ക്വറ്റയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയാണ്. 2022-ൽ മാങ്കോച്ചറിൽ അക്രമമുണ്ടായി. അജ്ഞാതരായ വ്യക്തികൾ സാധാരണക്കാർക്ക് നേരെ അന്ന് വെടിയുതിർത്തു. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം. അതിനുശേഷം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇന്ത്യക്ക് പിന്തുണയുമായി തെരുവിലിറങ്ങിയിരുന്നു. തുടർന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ഇതിനു പിന്നിൽ ഇന്ത്യയുടെ നീക്കങ്ങളാണ് എന്ന ആരോപണം പതിവ് പോലെ ഇക്കുറിയും പാകിസ്ഥാൻ ഉയർത്തുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ബലൂചിസ്ഥാനിലെ ഏറ്റവും പുതിയ ആഭ്യന്തര യുദ്ധം. അടുത്തിടെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വടക്കൻ വസീറിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 54 തീവ്രവാദികളെ സുരക്ഷാസേന വധിച്ചിരുന്നുവെന്ന് പാക് സൈന്യം വ്യക്തമാക്കി. മറുവശത്ത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ വളരെ അടുത്ത ബന്ധമാണ് ഇപ്പോൾ പുലർത്തുന്നത്. പഹൽഗാമിലെ മാരകമായ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ അഫ്ഗാനിലെ താലിബാൻ സർക്കാരുമായി ചില ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു. ഇത് പാകിസ്ഥാനെ ചൊടിപ്പിച്ചു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന ആരോപണം ഇപ്പോഴും പാകിസ്ഥാൻ ഉയർത്തുന്നു. ഇന്ത്യ പാകിസ്ഥാനെ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാമെന്നും അത്തരമൊരു ആക്രമണത്തിന് ഇന്ത്യ തുനിഞ്ഞിറങ്ങിയാൽ അപ്പോൾ തന്നെ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ബംഗ്ലാദേശ് തയ്യാറാകണമെന്നും ഒരു ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടിരുന്നു. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഇടക്കാല ഭരണകൂടവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥനാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാക് അനുകൂല പ്രസ്താവനയുമായി രംഗത്തിറങ്ങിയത്. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശ് പിടിച്ചെടുക്കണമെന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രസ്താവന. മേജർ ജനറൽ ഫസ്ലൂർ റഹ്മാന്റെ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റ് കടുത്ത വിമർശനങ്ങൾക്കിടവരുത്തി. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്ന സാഹചര്യം വന്നാൽ ഇന്ത്യയുടെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ബംഗ്ലാദേശ് പിടിച്ചെടുക്കണം. ഇതിനായി ചൈനയുമായി സഹകരിച്ച് ഒരു സംയുക്ത സൈനിക സംവിധാനം രൂപീകരിക്കണമെന്നാണ് അയാൾ പറഞ്ഞുവെച്ചത്. ബംഗ്ലാദേശ് മുൻ സൈനിക ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശം ഇന്ത്യയിൽ വലിയ വിമർശനങ്ങൾക്കിടവരുത്തി. കടുത്ത പ്രതിഷേധങ്ങളാണ് ഇന്ത്യയിൽ ഉയരുന്നത്. പാകിസ്ഥാൻ എപ്പോൾ വേണമെങ്കിലും ഒരു കടുത്ത ആഭ്യന്തര യുദ്ധത്തിലേക്ക് പതിക്കും എന്നതിൻ്റെ സൂചനകളാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ മുതൽ ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇന്ത്യയാണ് എന്ന ആരോപണം തുടർച്ചയായി പാകിസ്ഥാൻ ഉയർത്തുന്നു. നയതന്ത്ര രംഗത്തും വാണിജ്യ രംഗത്തുമൊക്കെ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുന്ന സമ്മർദ്ദ തന്ത്രങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ പയറ്റുന്നത്. ഏറ്റവും ഒടുവിലിത പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാത്തരം ഇറക്കുമതിക്കും ഇന്ത്യ വിലക്കേർപ്പെടുത്തി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള വസ്തുക്കൾ നേരിട്ടോ അല്ലാതെയോ ഇറക്കുമതി ചെയ്യുന്നത് പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് വാണിജ്യ മന്ത്രാലയം ഉത്തരവിറക്കി. ദേശീയ സുരക്ഷയെ കരുതിയാണ് ഇത്തരമൊരു തീരുമാനമെന്ന് വാണിജ്യ മന്ത്രാലയം വിശദീകരിച്ചു. 2024 ഏപ്രിൽ മുതൽ 2025 ജനുവരി വരെ പാകിസ്ഥാനിൽ നിന്ന് $4,20,000 ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ഇത് $28.6 കോടി ഉയർന്നു.
വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നുവെന്നാണ്. സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കുകയും പാകിസ്ഥാൻ പൗരർക്ക് വിസ റദ്ദാക്കുകയും ചെയ്തതിന് പിന്നാലെ ഇറക്കുമതിക്കും ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമി ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത് പാകിസ്ഥാൻ നെടുകപ്പിളരാൻ ഇടവരുത്തുമെന്നർത്ഥം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.